സംസ്ഥാനത്ത് കഴിഞ്ഞ രാത്രി മുതലുണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടവും ആളപായവും. കോട്ടയം പൂഞ്ഞാറിൽ മണ്ണിടിച്ചിൽ ദുരന്തം, ഇടുക്കിയിലും ഉരുളുപൊട്ടി. മഴക്കെടുതിയിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പുഴകൾ കരകവിഞ്ഞതോടെ വെള്ളക്കെട്ടിൽ വീണ് 3 മരണവും റിപ്പോർട്ട് ചെയ്തു. വടക്കൻ കേരളത്തിലാണ് മഴക്കെടുതി അതിരൂക്ഷം. ഇന്നും നാളെയും അതിനിർണായകമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. കടലാക്രമണവും രൂക്ഷമായതോടെ തീരദേശത്തും സ്ഥിതി ഗുരുതരമാണ്. റോഡ് ഗതാഗതം പലയിടത്തും താറുമാറായി. മധ്യകേരളത്തിലെ പ്രധാന നഗരങ്ങളും വെള്ളത്തിൽ മുങ്ങി. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു സംസ്ഥാന സർക്കാർ. മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലയിൽ കനത്ത മഴയാണ്. ഉളിക്കൽ കോളിത്തട്ടിലും ആലക്കോടും ഉരുളുപൊട്ടിയിരിക്കുന്നു. ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ വെള്ളത്തിന് അടിയിലായിരിക്കുകയാണ്. പാൽച്ചുരത്തിൽ റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കോളിത്തട്ടിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപത്ത് കാഞ്ഞിരപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നു. CK വിജയൻ കണ്ണൂരിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. CK, കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ഒപ്പം ഉരുളുപൊട്ടിയ പ്രദേശത്തെ സ്ഥിതി എന്താണ്? കണ്ണൂരിലെ കാഴ്ചകൾ അത്ര സുന്ദരമല്ല അക്ഷയ. അതിശക്തമായ മഴ ഇനിയും പെയ്യും എന്ന സൂചനകൾ അന്തരീക്ഷം നൽകുന്നുണ്ട്. അത്രയും ശക്തമായ കാർമേഘങ്ങൾ ഈ അന്തരീക്ഷത്തിലാകെ നിറഞ്ഞു നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളുടെ അടങ്ങുന്ന ഭാഗം, ഒരുപക്ഷെ നമ്മൾ കണ്ണൂരിന്റെ അതിർത്തി പറഞ്ഞാൽ ചെറുപുഴ മുതൽ മാഹി പാലം വരെ വരുന്ന എല്ലാ മേഖലകളിലും ഈ മലയോര മേഖലകളിലെല്ലാം തന്നെ അതിശക്തമായ മഴ രാവിലെ മുതൽ തന്നെ പെയ്യുന്നുണ്ട്. ഇപ്പോഴും മഴയ്ക്ക് വലിയ ശമനമില്ല. ഇടയ്ക്ക് മഴ കുറഞ്ഞെങ്കിൽ കൂടിയും വൈകുന്നേരമാകുമ്പോഴേക്ക് വീണ്ടും മഴ ശക്തിപ്പെടുന്നു എന്ന സൂചനയാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എല്ലാ പുഴകളും കരകവിഞ്ഞ് ഒഴുകുന്നു, അല്ലെങ്കിൽ പല പുഴകളും കരകവിഞ്ഞ് ഒഴുകുന്നു. മറ്റേതെല്ലാം തന്നെ ഭയാനകമാവിധം വെള്ളത്തിന്റെ ഒഴുക്കുമുണ്ട്. ഏതാണ്ട് 4 പാലങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഒരു പാലം തകർന്നു. അതിന്റെ 2 സ്ലാബുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്ലേറ്റ് ഇളകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെമ്പേരിയിൽ നിന്നും ചന്ദനക്കാമ്പാറ പയ്യാവൂർ ഭാഗങ്ങളിലേക്കുള്ള ആ പാലമാണ്, അല്പം പഴയതാണെങ്കിൽ കൂടി ആ പാലമാണ് തകർന്നിട്ടുള്ളത്. പേരാവൂരിലാണ് ഒരാൾ തേങ്ങ പിടിക്കുന്നതിന് വേണ്ടി ഒഴുക്കിലേക്ക് ചാടി തേങ്ങ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത്. സമയം കഴിയുന്തോറും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് വെളിച്ചക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. എങ്കിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ പുഴയും ഇതിന്റെ പരിസരങ്ങളിലുമെല്ലാം തന്നെ. മറ്റ് പല സ്ഥലങ്ങളിലായി ഉരുൾപൊട്ടലുണ്ട്. ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടലൊക്കെ ആണെങ്കിൽ കൂടിയും ആൾക്കാർക്ക് ആശങ്കയുണ്ട്. മുന്നറിയിപ്പുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന നിർദ്ദേശം വില്ലേജ് തലത്തിൽ, താലൂക്ക് തലത്തിലെല്ലാം തന്നെ കർശനമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിൽ പേരട്ട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്നല്ല, ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടത്തേക്ക് ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയിലെ അംഗങ്ങളും എല്ലാം തന്നെ ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രശ്നം മഴയാണ്. മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴയുടെ ഭീഷണി ഉണ്ടായിട്ടുള്ളത്. പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതോടുകൂടി ഇനി ആ ഭാഗത്തുള്ള ഇരട്ടിപ്പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചുകൂടി കൂടും. ആ പരിസരങ്ങളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കുന്നതിനുള്ള നിർദ്ദേശം പല കേന്ദ്രങ്ങളിൽ നിന്നായി ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. എന്തായാലും വരും അങ്ങോട്ടുള്ള മണിക്കൂറുകൾ വളരെ ആശങ്കയോടെ കഴിയുന്ന സമയമാണ്. എല്ലാവരും വളരെ ജാഗ്രതയോടെ കഴിയണം എന്ന് ഓർമ്മിപ്പിക്കുന്ന സമയമാണ്. കാരണം വലിയ 2 പ്രളയത്തിന്റെ ദുരിതം ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ ദിവസങ്ങളിൽ ഓടിയെത്തിയിട്ടുണ്ട്. കാരണം അവരത് മറന്നതാണെങ്കിൽ കൂടിയും അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. നമ്മളിന്ന് ഈ പേരാവൂർ, ഇരിട്ടി തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ സഞ്ചരിച്ചപ്പോൾ കാണുന്ന കാഴ്ച അതാണ്. ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അതീവ സുരക്ഷ
പാലിക്കണം എന്ന അറിയിപ്പുണ്ട്. നമ്മൾ നേരത്തെ ഈ കടുവേരി ഭാഗത്തുള്ള ഒരു ഉരുൾപൊട്ടൽ ദൃശ്യം കണ്ടതാണ്. എത്ര ശക്തമായാണ് മഴയും മണ്ണും മണലും എല്ലാം തന്നെ ഒഴുകിയെത്തുന്നത് എന്നുള്ളത്. അതുപോലുള്ള സാഹചര്യങ്ങൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് വലിയ ക്വാറികളൊക്കെ പ്രവർത്തിക്കുന്ന ഈ CK വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CK സൂചിപ്പിക്കുമ്പോൾ തന്നെ വൈകുന്നേരം സന്ധ്യയാവുകയാണ്. സന്ധ്യയാകും തോറും മലയോര മേഖലകളിൽ മഴ കനക്കുമെന്നുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ ജാഗ്രത പാലിക്കുക. കാഞ്ഞിരപ്പുഴയിലാണ് ഒരാൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടക്കുകയാണ്. അതിനിടയിൽ തേങ്ങ എടുക്കാൻ പോയിട്ടാണ് ഈ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൊട്ടച്ചുരം സ്വദേശി ഹനീഫയാണ് ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ജലാശയങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇതിനിടയിൽ പലതും ഒഴുകി വരും, പലതും ഒഴുകിപ്പോകും. പക്ഷെ അതിന് പുറകെ പോകാതിരിക്കുക. ഒപ്പം തന്നെ ജലാശയങ്ങളുടെ സമീപത്തേക്ക് തന്നെ പോകുന്നത് കഴിവതും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ആ തരത്തിലുള്ള ജാഗ്രതാ കരുതലുകൾ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നുള്ളതാണ്. തീരത്തൊക്കെയുള്ള ആളുകൾ അവിടെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി പാലിക്കുക. മാറി താമസിക്കേണ്ടടുത്ത് മാറി താമസിക്കുക. അങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള കാര്യം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലായിടത്തെയും കാര്യങ്ങൾ